എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇന്നലെ മെഡിസിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ്, അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ്. കേരളത്തിൽ ഉള്ള ജനസംഖ്യയിൽ കഷ്ടിച്ച് 5% ആൾക്കാർ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതും. എന്നാൽ 95% ആൾക്കാരും മോഡേൺ മെഡിസിനിൽ വിശ്വസിച്ച് അവർ ആ ട്രീറ്റ്മെൻറ്റും എടുക്കാറുണ്ട്. ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റിനെയും കുറ്റം പറയില്ല. ആദ്യകാലം മുതൽ നാം പരീക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ആയുർവേദം. അത് കഴിഞ്ഞാണ് അലോപ്പതി. അലോപ്പതിയുടെ വളർച്ച വളരെ വേഗത്തിലാണ്. ഇമ്മീഡിയറ്റായി, അതായത് ആയുർവേദം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന റിലീഫ് മണിക്കൂറല്ല, ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ നിൽക്കും. മോഡേൺ മെഡിസിൻ ആണെങ്കിൽ ജസ്റ്റ് അത് വീട്ടിൽ തന്നെ കാണും. ഒരു ടാബ്ലറ്റ് കഴിഞ്ഞാൽ അതിന് ആൻറ്റിബയോട്ടിക് എന്തോ പറയും, അപ്പോൾ തന്നെ ആ വേദന അങ്ങ് മാറും. അപ്പോൾ ആൾക്കാർ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ഈ തിരക്ക് പിടിച്ച ജീവിതം, മീറ്റിങ്ങും ഒക്കെ, ബിസിനസ്സും ടെൻഷനും ഒക്കെ ആകുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ സ്ഥാനങ്ങളിൽ കറക്റ്റ് സമയത്തിന് എത്തണം, അവരുടെ ജോലികൾ നോക്കണം, ബിസിനസ്സുകാർക്ക് ബിസിനസ് നോക്കണം. അപ്പോൾ അവർക്ക് ഒരു ആയുർവേദ മരുന്നുമായി മുമ്പോട്ട് പോയി അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പം നാച്ചുറലി ആൾക്കാർ അലോപ്പതിയിലേക്ക് തിരിയുന്നു. എന്നാൽ അലോപ്പതിയിൽ നമുക്ക് കിട്ടുന്ന ഈ സാധാരണ ഒരു ടേബിളിൽ, വെള്ള കളർ ടേബിൾ, അതിൽ 90% അടങ്ങിയിരിക്കുന്നത് ശുദ്ധീകരിച്ച ക്ലേ പൗഡർ. നല്ല വെള്ള കളർ പൂശി കെമിക്കലാക്കി, പിന്നെ കുറച്ച് രാസവസ്തുക്കളും കൂടെ ചേർത്ത് അത് പല പേരിൽ അറിയപ്പെടുന്നു. പലരും അത് വാങ്ങി കഴിക്കുന്നു. മറിച്ച് ആയുർവേദം തിരിഞ്ഞു നോക്കുമ്പോൾ, ആയുർവേദത്തിലേക്ക് കടന്നാൽ നമുക്കൊരു പനി, ജലദോഷം, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, ശ്വാസം മുട്ടാൽ, വീട്ടിൽ തന്നെ ഉണ്ടാകും ഒത്തിരി. അതായത് കുരുമുളക്, ചുക്ക്, ഇഞ്ചി, മല്ലി, ഇവയെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചില കഷായങ്ങൾ കുടിച്ചാൽ ശമനമുണ്ടാകും. ശരീരത്തിന് കുഴപ്പമുണ്ടാകില്ല. ബട്ട് ഇതിനുള്ളൊരു കുഴപ്പം, ഇമ്മീഡിയറ്റ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ആൾക്കാർ അതിനെ ശ്രദ്ധിക്കാറുമില്ല. നമുക്കറിയാം, ഇപ്പോൾ കടകളിൽ കിട്ടുന്നുണ്ട് പനിക്കാപ്പി, അല്ലെങ്കിൽ ചുക്ക് കാപ്പി, അല്ലെങ്കിൽ കുരുമുളക് കാപ്പി. നല്ലതാണ്, ആരും അത് ശ്രദ്ധിക്കില്ല. ആ കാരണം ചീപ്പാണ്. വെറും 10 രൂപയോ 15 രൂപയോ 20 രൂപയൊക്കെയാണ്. അതൊരു മെഡിസിനായിട്ട് ഇവർ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ള ഗുണങ്ങളും ദോഷന്മാരെക്കുറിച്ചും ആരും ബോധവൽക്കരിക്കുന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ സാധാരണ ഞങ്ങളൊക്കെ ഈ പന്ത് കളിക്കാറുണ്ട്. അപ്പോൾ കാലിലൊക്കെ തട്ടുമുട്ടൊക്കെ കിട്ടും. ഇന്നത്തെ കണക്കുള്ള ഇതൊന്നുമല്ല, നല്ല വേദന ഉണ്ടാകും. അപ്പോൾ ചെയ്യുന്നത്, എനിക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് എന്താ, വീട്ടിൽ ഈ പറമ്പിലുള്ള ചില പച്ചിലകൾ അടുത്ത് അവരരച്ച് ആ നീരുള്ള ഭാഗത്ത് അവർക്ക് അപ്ലൈ ചെയ്ത് തരും. ഒരു ദിവസം കഴിഞ്ഞാൽ നീര് കുറയും. അതിൻ്റെ ആ ഇലകൾ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ പറമ്പിലുണ്ട്. ഇപ്പോഴും ഞങ്ങളത് കാണാറുണ്ട്, പക്ഷേ ചെയ്യാറില്ല. എന്തായിരുന്നാലും എനിക്ക് ഇന്നത്തുള്ള ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് ചെയ്യുക. എന്ത് സ്വത്ത് നിങ്ങളുണ്ടെങ്കിൽ, എത്ര പ്രഗത്ഭ വ്യക്തിയായിരുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നാലും, ഒരു രാഷ്ട്രീയക്കാരനായിരുന്നാലും, ബിസിനസ്സുകാരനായിരുന്നാലും, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റാണ്. ഒരു 50, 45, 50 വയസ്സ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പോകും. ഈ 50 വയസ്സ് കഴിയുമ്പോൾ അതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലുണ്ടാകുന്നത്. അത് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാകുന്നതും
കണ്ടെത്തുന്നത് ഒന്ന്. ഈ മോഡേൺ മെഡിസിനും ശരിയായ ഒരു ജീവിതശൈലി ഇല്ലാത്തവർക്കുമാണ് കൂടുതൽ അസുഖങ്ങൾ പെട്ടെന്ന് കണ്ടു തുടങ്ങുന്നത്. ഇന്നത്തെ ഇന്നത്തെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ചെറുപ്പക്കാർ ഒരു 45-50 വയസ്സ് വരെ അവർക്ക് ഡെയിലി ഒരു സ്മാൾ അടിക്കുന്ന ഹാബിറ്റ്സ് ഉണ്ടോ, അല്ല ബിസിനസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ബിസിനസ് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെൻഡർ ചെയ്യാനോ ഒന്നിൽ ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരോടൊപ്പം നമ്മളൊരു സ്മാൾ അടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ അടിച്ചടിച്ച് ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏതാണ്ട് ഒരു 65 വയസ്സാകുമ്പോൾ ഇവരേതാണ്ട് 100 വർഷം കൊണ്ട് കഴിക്കേണ്ട മദ്യവും അനാവശ്യ കാര്യങ്ങളൊക്കെ ഈ 50 വയസ്സിൽ 55 വയസ്സിൽ ചെയ്തു തീർക്കും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങും ഇവരുടെ ഓരോ ബുദ്ധിമുട്ടുകളും ശരീരത്തിന്. ആ ബുദ്ധിമുട്ട് തുടങ്ങുമ്പോൾ ഇവർ പണക്കാരായിരിക്കാം, ഏത് ഗണത്തിൽപ്പെട്ടവരായിരിക്കും, ഇവർ ആശ്രയിക്കുന്നത് മോഡേൺ മെഡിസിനെ ആയിരിക്കും, വലിയ ഹോസ്പിറ്റലായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലും വലിയ മോഡേൺ മെഡിക്കൽ ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്, ഹോസ്പിറ്റലുണ്ട്. മെഡിക്കൽ ഷോപ്പ് ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഡോക്ടറിന് പോകുന്ന ഇവർക്ക് തന്നെ, നമ്മുടെ ആൾക്കാർക്ക് തന്നെ അറിയാം എന്ത് അസുഖത്തിന് ഏത് ഗുളികയാണ്, അത് അവർ പോയി പറയും, അത് വാങ്ങും, കഴിക്കും, ദേ ആർ റിലീവ്. ബട്ട് ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ്, വളരെ ഡേഞ്ചറാണ്. ഇതിങ്ങനെ ഉണ്ടാകരുത്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തെ. ഒരു കുടുംബത്തിലൊരാൾക്ക് അസുഖം വന്നാൽ അവർ മാത്രമല്ല, ഒപ്പമുള്ള ആ വീട്ടുകാർക്കെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ഇത് സുഹൃത്തുക്കളോട് പറയുന്നു, ജീവിതത്തിൽ നമ്മളെപ്പോഴും കൃത്യനിഷ്ഠ പാലിക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, ആഹാരത്തിന് പരിമിതികൾ വയ്ക്കുക, കടകളിൽ കയറി കറങ്ങുന്ന കോഴിയും ഈ കറുത്ത ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കുക, സ്റ്റമക്കിന് അപ്സെറ്റ് ചെയ്യാതിരിക്കുക. രോഗം നാം ക്ഷണിക്കുന്നതിലുപരി അതിനെ നാം പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അത് സാധിക്കും. വളരെ ഓപ്പണായിട്ട് എൻ്റെ പല വീഡിയോയിലും പറഞ്ഞ് ഞാൻ വാസ്തവമാണ് പറയുന്നത്. എനിക്ക് മരുന്നിൻ്റെ പേരുകളൊന്നും അറിയില്ല, കാരണം എനിക്ക് അസുഖം വരാറില്ല. എനിക്ക് അസുഖം വന്നാൽ എന്താണെന്ന് എനിക്കറിയാം. ഒന്നിലെ ടൈം തെറ്റി ആഹാരം കഴിച്ചിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ആഹാരമായിരിക്കാം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സ്റ്റമക്കിന് പിടിക്കാത്ത സാധനം നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഡോക്ടറിൻ്റെ പോയി ഇരുന്നാൽ ഡോക്ടർ നമ്മുടെ വിവരങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി ഡോക്ടർ മരുന്ന് തരുന്നത്. ഇത് നമുക്ക് സ്വയം ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല. ഈ ജീവിതം നല്ലതായിട്ട് ആഘോഷിച്ച് നമ്മൾ ജീവിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു ജീവിതശൈലി നമ്മൾ ചെയ്താൽ നമുക്കൊരിക്കലും ഒരു നിത്യരോഗിയായി മാറേണ്ട ആവശ്യം വരില്ല. അതിനാദ്യം വേണ്ടത് മനസ്സിൻ്റെ ശുദ്ധീകരണമാണ്. മനസ്സ് ശുദ്ധീകരണം ചെയ്യുക, നമുക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. നാളേക്ക് എവിടെ പോകണം, എത്ര മണിക്ക് പോകണം, കുറച്ച് നേരത്തെ ഇറങ്ങുക. സ്പീഡെടുത്ത് വണ്ടിയുമായി 2 വീലറിലോ കാറിലോ പോയി വളരെ ഹൈ സ്പീഡിൽ പോയി അപകട സാധ്യത ഉണ്ടാകാൻ കൂടുതൽ അതിന് സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്താലും അതിനൊരു പ്ലാനിങ് ചെയ്ത് നിങ്ങളത് ചെയ്യുക. ഒപ്പം വീട്ടിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആഹാരത്തിൻ്റെ ക്രമീകരണം. ആഹാരം കഴിവതും ഒരു 7:30 മുമ്പായിട്ട് ആഹാരം കഴിക്കുക, നിങ്ങൾ കഴിച്ചിരിക്കുക. കാരണം നിങ്ങൾക്കൊരു ഡ്യൂറേഷൻ വേണം. കഴിയുന്ന ആഹാരം കുറച്ച് കഴിക്കുക, കൂടുതൽ ഓയിൽ ഉപയോഗിക്കാതിരിക്കുക, കഴിയുന്നതും ഈ ജങ്ക് ഫുഡ് വാങ്ങി കഴിക്കാതിരിക്കുക. ഒരു രീതിയിലും ഈ ജങ്ക് ഫുഡ്, ഈ വരുന്ന പാഴ്സലും അതൊക്കെ നിങ്ങളത് വളരെ ഡേഞ്ചറാണ്. ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് ശകലം മാറി നിൽക്കുക. അത് നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ കുടുംബത്തിന് നല്ലത്. നമുക്ക് നമ്മുടെ കുടുംബത്തിനോടൊപ്പം സമാധാനമായി ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. അതുകൊണ്ട് ഓരോന്നിനും ഓരോ സമയത്തും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുക. അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കില്ല, നെവർ. 2 ദിവസം വരെയൊക്കെ സാധാരണ വെള്ളം കുടിച്ചാൽ മതി.
അങ്ങനെയൊക്കെ ജീവൻ നിലനിർത്തി ഇല്ലാതെ വഴി കാണുന്ന ഏതെങ്കിലും വൃത്തികെട്ട സാധനങ്ങൾ വാങ്ങി സ്റ്റമക്ക് അപ്സെറ്റ് ആക്കാതിരിക്കുക. നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴെല്ലാം കുഞ്ഞുങ്ങൾ ചെറിയ കുടുംബങ്ങളാണ്, വലിയവരൊന്നുമില്ല. ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകും, പിള്ളേർ പഠിക്കാൻ പോകും. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം പിടിച്ചാൽ അയാളുടെ ട്രീറ്റ്മെൻറ്റ് കൂടെ ഒപ്പം ഒരാളുണ്ടാകുമ്പോൾ അവരുടെ ജോലിക്ക് പോകാൻ വയ്യാത്തൊരു സാഹചര്യമാകും, പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അതിന് വേണ്ടത് ആരോഗ്യത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എങ്ങനെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാം, എങ്ങനെ അതിൻ്റെ പ്രോഗ്രാം ചെയ്യാം, എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ് എങ്ങനെ ഉണ്ടാകണം, എങ്ങനെയാണ് മരുന്ന് കഴിക്കേണ്ടത്, എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത് ഒക്കെ നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളിൽ കൂടി നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കഴിവതും സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.